എനിക്ക് ദാഹിക്കുന്നു. കുരിശെ കടന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്കാണ്. ഒരിക്കൽ ഒരു രോഗി വയറ്റിന്മേ ക്യാൻസറാണ്, 30 കൊല്ലമായി കുമ്പസാരിച്ചിട്ട്. അതൊന്ന് കുമ്പസാരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പുറകെ ഇങ്ങനെ നടന്നു. ഒരു ദിവസമല്ല നടന്നത്, പുറകെ നടന്ന് അതിന് ഞാൻ പറഞ്ഞു, പല ദിവസവും ചെന്ന് പറഞ്ഞു, അപ്പച്ച ഒന്ന് കുമ്പസാരിക്കാം. വേണ്ട. രണ്ടാം ദിവസം അങ്ങനെ പല നിങ്ങൾ ഓർത്ത് നോക്കണം എത്ര ദിവസമാണെന്നറിയാം. പല ദിവസം ഈ രോഗിയുടെ പുറകെ നടന്നു. അങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി നിന്നുണ്ട്, കരുണ കൊന്ത ചൊല്ലി. എന്നിട്ട് ഇങ്ങനെ പലതും പ്രാർത്ഥിച്ചു, ഈശോയോട് പ്രാർത്ഥിച്ച് കുർബാനകളൊക്കെ ഇങ്ങനെ കാഴ്ചവെച്ചും പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, വയറ്റിൽ ക്യാൻസർ കൂടി തീക്ഷ്ണമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചു, അതിൻ്റെ ആത്മാവിനെ രക്ഷിക്കണം. എന്നിട്ട് ഒരു ദിവസം വീണ്ടും രോഗം കൂടുതലായിട്ട് അഡ്മിറ്റായി. ഞാൻ ചെന്നു, അപ്പച്ച ഒന്ന് ഇങ്ങനെ കെഞ്ചിയാ ചോദിക്കുന്നത്, ഒന്ന് കുമ്പസാരിക്കാവോ, ഈശോ ഒന്ന് വന്നോട്ടെ. അങ്ങനെ പറഞ്ഞ് അടുക്കൽ ചെന്നു ഒന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഓടിച്ചെന്ന് ഒരച്ഛനെ കൊണ്ടുവന്നു. അച്ഛൻ എന്നിട്ട് അന്ന് വന്നിട്ട് ഓടിച്ചു വിട്ടു. പിറ്റത്തെ ദിവസം നമ്മൾ വിടില്ല ഇതിനെ. പിറ്റേ ദിവസം ചെന്നു, അച്ഛൻ വിശുദ്ധ കുർബാനയും കൊണ്ട് വന്നിട്ട് പുറത്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, അച്ഛൻ അവിടെ നിന്നു. ഞാൻ ആദ്യം ഒന്നും കൂടെ പറഞ്ഞ് ഒന്നൊന്ന് ഇതാക്കട്ടെ. താന്ന് വീണ് ഞാൻ പറഞ്ഞു, അപ്പച്ച നമുക്കൊന്ന് ഈശോ വരട്ടെ, നല്ല മാറ്റം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് പറഞ്ഞു അച്ഛൻ വന്നു, ആ മനുഷ്യൻ അവിടെ കടന്നു, അദ്ദേഹത്തിൻ്റെ കുമ്പസാരമെല്ലാം കേട്ടു. എന്നിട്ട് രോഗിലേപനം കൊടുത്തു, വിശുദ്ധ കുർബാനയും കൊടുത്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പിറ്റേ ദിവസം ആ മനുഷ്യൻ ഇഹലോകവാസം വെടിഞ്ഞു. ആ ഭിത്തിയിൽ എഴുതി വച്ചേക്കുന്നത് തിരുവചനം എന്താണ്? എനിക്ക് ദാഹിക്കുന്നു. ഞാൻ എൻ്റെ ചെറു ജീവിതം, ഞാൻ അത്ര കേമത്തുള്ള ആളൊന്നുമല്ല. സ്കൂളിൽ വളരെയേറെ വൈകല്യങ്ങൾ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നോടം വരെ എനിക്ക് ഭയങ്കര വിക്കായിരുന്നു. ഒരു വാക്ക് പോലും നേരെ ചൊവ്വേ പറഞ്ഞു വിടും. എനിക്ക് അതിനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല. വിക്ക് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന്. SSLC ഒക്കെ കഴിഞ്ഞ് കഴിവുകേടുകളുടെ ഒരു കൂമ്പാരമായിരുന്ന എനിക്കൊരു സിസ്റ്റർ ആകണം എന്നുള്ള എൻ്റെ ഒരു ദാഹം. അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു. എൻ്റെ കഴിവുകേടുകൾ, ഈ സംസാര വൈകല്യം, പ്രിയപ്പെട്ടവരെ, പഠിക്കാനൊക്കെ ഒട്ടും തീരെ പോക്കായിരുന്നു. കണക്കിനൊക്കെ കിട്ടുന്ന മാർക്ക് 103, 50 1.5, ഇത്ര എൻ്റെ പഠനത്തിൻ്റെ ഒക്കെ മെച്ചം അങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു തീ കിടപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത്, എൻ്റെ ചങ്കിൻ്റെ അകത്ത് എന്നും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. മല കയറി നട്ടം പൊരി വെയിലത്ത് ഇങ്ങനെ പോകും. പള്ളി ഉപേക്ഷിച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല. ഞാൻ എൻ്റെ ചെറു ജീവിതം ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ആ വിക്കെന്ന് പറഞ്ഞ സാധനം എതിലേ പോയെന്ന് എനിക്കറിയത്തില്ല. നമ്മളെ കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന അനുഭവമാണ്. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് എന്നും, ഒരു ദിവസമല്ല എന്നും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശുദ്ധ യോഹന്നാൻ 19:28, ആ ദാഹം. ഒരു പ്രാവശ്യം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഡിവൈനിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നു. ഈ ദാഹത്താൽ, ദൈവത്താൽ നിറയപ്പെട്ട ഒരു വ്യക്തിയാണ്. ചാലക്കുടി മുതൽ കോഴിക്കോട് വരെ ഒരു തിക്കും തിരക്കുള്ള ഒരു KSRTC ബസ്സിൽ നിന്നാണ് യാത്ര ചെയ്തത്. ഒരു കാല് കുത്താൻ പോലെ ഇടയില്ല. എന്നിട്ട് എന്നോട് ഷെയർ ചെയ്ത എൻ്റെ ഒരു കൂട്ടുകാരിത്തിയാണ്. ആത്മാക്കളോടുള്ള രക്ഷയെ പ്രതി ഞാൻ ആ ത്യാഗം ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കുമ്പസാരത്തിന് വേണ്ടി ഒരു വ്യക്തി ഒന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പെടുന്ന പാട് കുറച്ചൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. കുർബാനയെ കൊടുക്കാൻ ഒരു വ്യക്തി ഈശോയെ അനുഭവിച്ചറിയുവാൻ വേണ്ടി ചെയ്ത ഒരു കഷ്ടപ്പാടിനെ കുറിച്ച് മറ്റൊരു അനുഭവം കൂടെ ഞാൻ പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഇങ്ങനെ ചുരുങ്ങി പോകുന്ന ഒരു അസുഖമാണ്. ഞാൻ ചോദിച്ചു, പേരെന്നതാ? അദ്ദേഹം പേരൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചുമ്മാ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. ചേട്ടൻ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി ചോദിച്ചു. ചേട്ടൻ എന്നോട് പറഞ്ഞത്, കുമ്പസാരിച്ചിട്ടോ? എന്നാ കുമ്പസാരിക്കാൻ? 48 കൊല്ലമായെന്ന് പറഞ്ഞു. എത്ര കൊല്ലമായി? 48 വർഷം. എൻ്റെ ചങ്ക് അങ്ങ് പൊളന്നു പോയി. ഞാൻ ചോദിച്ചു, എൻ്റെ ദൈവമേ എന്നാ ചെയ്യേണ്ടത്? ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഞാൻ ചോദിച്ചു, ഒന്ന് കുമ്പസാരിച്ചാൽ ഒത്തിരി കൃപ കിട്ടും. ഭയങ്കരമായിട്ട് എന്നെ ഷൗട്ട് ചെയ്തു. അപ്പം പിന്നെ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക്, ചേട്ടന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അത് അവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നു, ഇവിടെ എല്ലാം മിന്നെ പോയിട്ട് എക്സ്റേക്ക് പോകണം, അതിനെല്ലാം എല്ലാ കൂട്ടം ഇങ്ങനെ ചെയ്ത് എല്ലാം കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് കുമ്പസാരിക്കുന്ന കാര്യം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ സിസ്റ്ററിനെയും കൊണ്ട് ഞാൻ മടുത്തു. ഞാൻ പറഞ്ഞു, ഈ ചേട്ടനെയും കൊണ്ട് ഞാനും മടുത്തു.
എന്നിട്ട് പറയാം ഈ സിസ്റ്ററിനെ പോലെ ഒരെണ്ണം ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഇച്ചിരി കൂടെ കയറ്റി പറഞ്ഞു, ഈ ചേട്ടനെ പോലെ ഒരെണ്ണം ഈ കേരള സംസ്ഥാനത്തിൽ പോലും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അങ്ങനെ എങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ എപ്പം കുമ്പസാരിക്കുന്നുവോ അന്നേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചു. ആ ഉച്ചയ്ക്ക് ആ ആശുപത്രിയിൽ നിന്ന് അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഒരു ഭക്ഷണം പോലും ഞാൻ കഴിക്കാൻ പോയില്ല. കാരണം 48 വർഷം കഴിഞ്ഞു. 70 വയസ്സുള്ള മനുഷ്യൻ കുമ്പസാരിച്ചിട്ട് 48 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. അപ്പം എൻ്റെ ഈ പറഞ്ഞതുപോലെ ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഈ മനുഷ്യൻ എനിക്ക് അറിയാവുന്ന പണിയെല്ലാം പയറ്റി അടുത്ത അറ്റകൈക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഉപവാസം പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം രാവിലെ അന്നും വേണ്ട സഹായം എല്ലാം ചെയ്തു. ഒന്ന് കുമ്പസാരിക്കാവോ? സിസ്റ്ററിനെയും കൊണ്ട് ഞാൻ മടുത്തു. കുറേ ഇങ്ങനെ ഞാൻ ഒരുവിധം അങ്ങോട്ട് ഒരുക്കി വെച്ചു. അവസാനം എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, അന്ന് സിസ്റ്റർ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. 1 2 3 4 ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോൺ എടുത്ത് തൊട്ടടുത്തുനിന്ന് അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് അച്ഛൻ വിശുദ്ധ കുർബാന വരാൻ ഒരു 10-15 മിനിറ്റ് വേണം. ആ തക്കത്തിന് വേഗം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്ന എല്ലാ കൂട്ടം പറഞ്ഞു കൊടുത്തു വേഗം ചേട്ടൻ്റെ പാപജീവിതം എല്ലാം പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് കുമ്പസാരത്തിന് ജപം ഒന്നും അറിയത്തില്ല. ചേട്ടന് വേണ്ടി ഞാൻ ചേട്ടനോട് ചേർന്ന് നിന്നിട്ട് കുമ്പസാരത്തിൻ്റെ ജപങ്ങളെല്ലാം ചൊല്ലി വെച്ചു. ഒരു റൂമൊക്കെ ഒത്തുകിട്ടി. അപ്പോൾ ഈശോയുണ്ട്, അച്ഛനുണ്ട്, ഈ രോഗിയുണ്ട്. പുറത്തിരുന്നു കൊണ്ട് മരിച്ചു കിടന്ന ജപമാല ചൊല്ലുകയാണ്. അതിനു മുമ്പ് എന്നിട്ട് ഒന്നും ഈശോയുടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം കൂദാശകളെല്ലാം സ്വീകരിച്ച് ആ രോഗി അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വിധം ഞാനൊന്ന് പറയട്ടെ. 2 കണ്ണുകളും നിറഞ്ഞു ഒഴുകി, കണ്ണുനീരിൽ കുതിർന്ന മുഖവുമായിട്ട് ആ മകൻ ഇറങ്ങി വരുന്നത് കണ്ട് പ്രിയപ്പെട്ടവരെ. 48 വർഷം ആയി കുമ്പസാരിച്ച് ആ ഒരു മനുഷ്യൻ ആത്മരക്ഷയ്ക്ക് വേണ്ടി പെടാപ്പാട്. അപ്പം അദ്ദേഹം അത് സ്വീകരിച്ചു, കൂദാശയെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞ് അദ്ദേഹം കട്ടിലേ പോയി കിടന്നു. ഭയങ്കര സന്തോഷമായി. എന്ത് കിട്ടി? ഒരു ആത്മരക്ഷ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.